നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രം ഡ്രീംസ് ടു റിയാലിറ്റി, യുവർ ടൈം. FC ബാഴ്സലോണ ഇന്ന് പോസ്റ്റ് ചെയ്തൊരു ചിത്രമാണ്. ടി വിയിൽ 2008-2009 സീസണിലെ FC ബാഴ്സലോണ വേഴ്സസ് ചെൽസി മത്സരം. അതിൽ ഗോളടിച്ച് ജേഴ്സി യൂരി ഇങ്ങനെ കറക്കി വരുന്ന ഇനിയസ്റ്റ, കളി നോക്കി നിൽക്കുന്ന കുഞ്ഞുകുട്ടികൾ, ആ കുഞ്ഞുകുട്ടികളുടെ ജേഴ്സി നോക്കുക. ബാൽഡെ, ഫെർമിൻ, ഗാവി, യമാൽ. അന്ന് കുഞ്ഞുകുട്ടികളായി നോക്കി നിന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണിത്. യുവർ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സ ഓർമ്മിപ്പിക്കുകയാണ്. 2008-2009 ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയത് FC ബാഴ്സലോണയായിരുന്നു. ആ കളി പക്ഷേ സെമി ഫൈനൽ ബാഴ്സ കടന്നുപോയത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ചെൽസിയെ മറികടന്നിട്ടാണ്. അതത്ര അഭിമാനകരമായൊരു നേട്ടമാണോ? ബാഴ്സ ആരാധകരെന്ന് പറയും. വൻ വിവാദമുണ്ടായൊരു കളി. 4 തവണ ചെൽസിയുടെ പെനാൽറ്റി അപ്പീലുകൾ റഫറി കണ്ടില്ലെന്ന് നടിച്ച മത്സരം. അതിൽ 2 എണ്ണമെങ്കിലും ക്ലിയർ പെനാൽറ്റി ആയിരുന്നു. റഫറി ടോം ഹെന്നിങ് ഒവ്രബോ, നോർവേക്കാരൻ, ഒരു ഘട്ടത്തിൽ പോലും ചെൽസിയുടെ ആവശ്യം അംഗീകരിച്ചില്ല. അങ്ങനെ റഫറി കൈ അയച്ച് സഹായിച്ചിട്ടല്ലേ ബാഴ്സ ജയിച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ ഇത്തിരി പണിയുണ്ട്. എന്തൊക്കെയാണെന്ന് ആ കളിയെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കതിപ്പോൾ ഇതിൽ എടുത്ത് ചേർക്കാൻ പറ്റില്ലല്ലോ. ഈ വീഡിയോയിൽ നമ്മൾ UEFA ആ വീഡിയോ എടുത്ത് വെച്ച് ചിലപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഗെയിം ഓൺ വിത്ത് റാഫിൽ വിശദമായി ആ കളിയൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാം. നമ്മൾ ഗെയിം ഓൺ വിത്ത് റാഫ് ഉണ്ടാക്കുമ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണത്. കോപ്പിറൈറ്റ് എന്നുള്ള ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് പിന്നെ പുതിയൊരു ചാനലാണ്, കിട്ടട്ടെ എന്ന തരത്തിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 4 സന്ദർഭങ്ങൾ കൃത്യമായിട്ട് സംഭവിച്ചതാണ്. റഫറി അത് പെനാൽറ്റി കൊടുക്കാൻ തയ്യാറായില്ല. കളി കഴിഞ്ഞിട്ട് വലിയ രൂപത്തിൽ ദേഷ്യത്തിലായിരുന്നു ചെൽസിയുടെ താരങ്ങളുണ്ടായിരുന്നത്. ദിദിയർ ദ്രോഗ്ബ ക്യാമറയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിത് കാണുന്നില്ലേ? ലോകത്തോട് പറയുകയാണ്, നിങ്ങളിത് കാണുക. അങ്ങനെയല്ല, നിങ്ങളിത് കാണുന്നില്ലേ? അദ്ദേഹം സങ്കടത്തോടെ വിളിച്ചു പറയുകയാണ്, ദേഷ്യത്തിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളിത് കാണുന്നില്ലേ? ജനങ്ങളെ, നിങ്ങളിത് കാണുന്നില്ലേ? ഇത് നാണക്കേടാണ്. എന്നിട്ട് F വേർഡൊക്കെ ചേർത്തുകൊണ്ട് നാണക്കേടാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. റഫറി അമ്മാതിരി പണിയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഓരോ സംഭവവികാസങ്ങളും, വിവാദമായ ഓരോ സംഭവവികാസങ്ങളും നമ്മൾ എടുത്ത് നോക്കിയാൽ, കളിയിൽ ആദ്യം മെസ്സിൻ്റെ ഒരു ഗോൾ 9ാമത്തെ മിനിറ്റിൽ, കളിയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഇനിയസ്റ്റയുടെ ഒരു ഗോള്, മെസ്സിയുടെ അസിസ്റ്റൻ്റ് ഇനിയസ്റ്റയുടെ ഗോൾ, 1-1 സമനില. ആദ്യ പാദം ഗോൾ ചെയ്ത സമനില. അന്ന് എവേ മാച്ചിൻ്റെ ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യത്തിൽ ബാഴ്സ ഫൈനലിലേക്ക് എത്തി. ഫൈനലിൽ യുണൈറ്റഡിന് 2-0 തോൽപ്പിച്ച് കിരീടം ചൂടി. പക്ഷേ ഈ സെമി കടന്നതാണ് പ്രശ്നം, കടന്ന രീതിയാണ് പ്രശ്നം. അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കുക. എന്തൊക്കെയാണ് റഫറി അവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ്. ആദ്യ വിഷയത്തിൽ മലൂദയെ ഡാനി ആൽവസ് ഫൗൾ ചെയ്തു എന്നുള്ളതാണ്. പെനാൽറ്റി ബോക്സിൽ അത് പെനാൽറ്റിയാണ് എന്നാണ് വാദം. പക്ഷേ അവിടെ വേണമെങ്കിൽ നമുക്ക് റഫറിക്ക് സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം. കാരണം മലൂദ പെനാൽറ്റി ബോക്സിന് പുറത്തും ഡാനി ആൽവസ് പെനാൽറ്റി ബോക്സിന് ഉള്ളിലുമാണ് ആ ഫൗൾ നടക്കുന്ന സമയത്ത്. മലൂദ പിന്നെ ക്ലവർലി ബോക്സിലേക്ക് അങ്ങോട്ട് വീണതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി വിടാം. ഇനി അത് പെനാൽറ്റി കൊടുത്താലോ ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള എതിർപ്പും വരുമായിരുന്നു. പിന്നെ സംഭവിക്കുന്നത് നോക്കണം. അബിദാലിൻ്റെ കാര്യത്തിൽ സെൻഡ് ഓഫ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് ദിദിയർ ദ്രോഗ്ബയെ അബിദാൽ ഫൗൾ ചെയ്യുന്നു. ദ്രോഗ്ബ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നീങ്ങി പോകുമ്പോഴാണ് വിക്ടർ വാൽഡസിനടുത്തേക്ക് എത്തി ഷോട്ട് തീർക്കാൻ സമയത്താണ് ഫൗളായിട്ട് അദ്ദേഹം വീഴുന്നത്. അത് എക്സാജറേറ്റ് ചെയ്ത് വീണതാണ് എന്നാണ് റഫറി ജഡ്ജ് ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നു. സീരീസ് ഓഫ് ഫൗളുകൾ അബിദാൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റഫറി പെനാൽറ്റി വിളിച്ചില്ലെന്ന് മാത്രമല്ല, അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സോ അതാണ് 2ാമത്തെ സംഭവം. എന്നാൽ പിന്നെ ഇതിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയിട്ടാണോ
റഫറി ഒരു കോമ്പൻസേഷൻ എന്ന പോലെ അബിദാലിന് പിന്നീട് റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട് കളിയുടെ 66-ാമത്തെ മിനിറ്റിൽ. അത് തെറ്റായ തീരുമാനമായിരുന്നു. അതൊരു ഈവനാക്കാൻ വേണ്ടി, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നേ പറയാൻ പറ്റൂ. അനൽക്കയെ ഫൗൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ശരിക്കും അവിടെ അനൽക്ക സ്വയം തൻ്റെ കാലിൽ തന്നെ തട്ടി വീണതായിരുന്നു. പക്ഷേ മറ്റൊരു വാദമുണ്ട്, അബിദാൽ ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ തന്നെ അർഹനല്ല, അതിൻ്റെ മുമ്പ് തന്നെ റെഡ് കാർഡ് കിട്ടി പോകേണ്ടവനായിരുന്നു എന്ന്. എന്തായാലും അതൊരു ക്ലീഷയാണ്. അതായത് റഫറി നോസ് ഹി മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഹി വിൽ ട്രൈ ടു ഈവൻ ഇറ്റ് അപ്പ്. അപ്പം നേരത്തെ പെനാൽറ്റി കൊടുക്കാത്തതിനും അപ്പർ റെഡ് കൊടുക്കാത്തതിനും ഇപ്പോൾ ഒരു ഫ്രീ കിക്ക് കൊണ്ട് ഒരു റെഡ് കൊണ്ട് പരിഹാരം ചെയ്തു എന്ന് വാദിക്കുന്നവരുണ്ടാവും. എന്തായാലും അതും മിസ്റ്റേക്ക് തന്നെയാണ്, ബാഴ്സയ്ക്കെതിരെയായി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ മൂന്നാമത്തെ ഇൻസിഡൻറ്റ് ഹാൻഡ് ബോളാണ്. ഹാൻഡ് ബോൾ നമ്പർ 1 സംഭവിക്കുന്നത് ജെറാഡ് പിക്കയുടെ കയ്യിലാണ് ബോൾ കൊള്ളുന്നത്. കൃത്യമായിട്ട് ആർക്കും കാണാം, അത്തരത്തിൽ പാമ്പിൽ തന്നെയാണ് കൊള്ളുന്നത്. എന്നിട്ടും റഫറി പെനാൽറ്റി വിളിച്ചില്ല. കഴിഞ്ഞില്ല. കളിയുടെ അവസാന ഘട്ടത്തിൽ ഇനിയസ്റ്റയുടെ സമനില ഗോൾ പിറക്കുന്നു. ബാഴ്സലോണ എവേ ഗോളിൻ്റെ ആനുകൂല്യവുമായിട്ടൊക്കെ നിൽക്കുന്നു. വീണ്ടും കിട്ടുന്നു പെനാൽറ്റി സാധ്യത. ഹാൻഡ് ബോൾ നമ്പർ 2 കൈയുടെ ആമിൻ്റെ ഈ ഭാഗത്താണ് കൊള്ളുന്നത്. അന്നത്തെ റൂൾ അനുസരിച്ച് അത് പിന്നെ ഇപ്പോഴും, കാരണം അത് അൺനേച്ചുറലി ഉള്ള പൊസിഷനിങ് ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അന്നത്തെ റൂൾ അനുസരിച്ച് എന്തായാലും അത് പെനാൽറ്റി വിധിക്കുകയും വേണം. പക്ഷേ റഫറി അതും കാണാത്ത പോലെ അങ്ങ് പോയി. ചെൽസിക്ക് അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റി 4ാം തവണയും അയാൾ ഡിനൈ ചെയ്തു. പിന്നാലെ പോയി ബല്ലാക്ക് റഫറി ബല്ലാക്കിൻ്റെ ഓവർ റിയാക്ഷൻ ആയിരുന്നു അത്, മൈക്കൽ ബല്ലാക്കിൻ്റെ. പക്ഷേ അതിനോട് റഫറി പ്രതികരിച്ചില്ല. കളി കഴിഞ്ഞിട്ട് ടെറിയൊക്കെ വല്ലാത്ത ഫ്യൂരിയസ് ആയിരുന്നു. പക്ഷേ റഫറി അനങ്ങിയില്ല. ഇങ്ങനെയുള്ളൊരു കളിയുടെ ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബാഴ്സലോണ. ഏതായാലും അത് അവർ കിരീടം ചൂടിയ ഒരു സീസൺ ആയതുകൊണ്ട് അവർക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ കളി ജയിച്ചു പോയ രീതിയിൽ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ബാഴ്സ ആരാധകർക്ക് അത്രത്തോളം ഒന്നും അഭിമാനം തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.